കെ അനിൽകുമാർ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. അനിൽകുമാർ, ഇപ്പോൾ സ്വർണ്ണക്കവർച്ച കേസിൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചതിൽ ആശങ്കയില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയാണ്. എങ്ങനെയാണ് പ്രതികരണം? യഥാർത്ഥത്തിൽ കേരളത്തിലെ പ്രതിപക്ഷം ഹൈക്കോടതിയുടെ ബെഞ്ചിന്റെ മേലെയാണ് കയറി നിൽക്കേണ്ടത്. പ്രതിഷേധം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ മുഴുവൻ മനുഷ്യർക്കും അറിയാം, ശബരിമല എന്ന് പറയുന്നത് ആളുകളുടെ എല്ലാം മനസ്സിലൊരു വികാരമാണ്. അത്തരമൊരിടത്തെ രാഷ്ട്രീയ കളിക്ക് ദുരുപയോഗിക്കാൻ പാടില്ല എന്നാണ് ഹൈക്കോടതി പറയുന്ന കൃത്യമായ കാഴ്ചപ്പാട്. ഹൈക്കോടതി എന്ന് പറയുന്നത്, ദേവസ്വം ബെഞ്ച് എന്ന് പറയുന്നത് ശബരിമലയിൽ മാത്രമല്ല, ഈ തിരുവിതാംകൂറിലെ കേരളത്തിലെ എല്ലാ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെയും പ്രധാനപ്പെട്ട നിയമപരമായ പരിശോധനാ സംവിധാനം കൂടിയാണ്. അതിന് ദേവസ്വം ബെഞ്ച് എന്നറിയപ്പെടുന്നത്. അത്തരമൊരു സംവിധാനമുള്ള നാട്ടിൽ ഇതേ ദേവസ്വം ബോർഡിന്റെ ചുമതലയിൽ അനിൽ കെ നരേന്ദ്രനെ പോലുള്ള ജഡ്ജിമാർ ഇരിക്കുന്ന കാലത്ത് തന്നെയാണ് അവർ നിയോഗിച്ച അഡ്വക്കേറ്റ് കമ്മീഷണർമാരുടെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ ഈ കട്ടളപ്പാളി ഒക്കെ അവിടെ നീക്കം ചെയ്യുകയും തിരികെ സ്ഥാപിക്കുകയും ചെയ്തതെന്നുള്ളതിന്റെ തെളിവുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ വീഴ്ചകൾ ഏതെല്ലാം ഭാഗത്തേക്കുണ്ട് എന്ന കാര്യത്തിൽ പരിശോധന നടത്താൻ കോടതിക്കാണ് അധികാരം, ചുമതല. അവരാ ചുമതല നിർവഹിക്കാൻ നല്ല ഉദ്യോഗസ്ഥന്മാരെ അവർ തന്നെ കണ്ടെത്തി. നാളിതുവരെ കേട്ടിട്ടില്ലാത്ത വിധം അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും ഇങ്ങനെ പോകണം എന്ന് കോടതി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് അവസാനമായി ഇന്നും കോടതി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഫലപ്രദമായ അന്വേഷണത്തിലൂടെ കുറ്റവാളികളുടെ കുറ്റം എന്താണോ അതിന് ശിക്ഷ കൊടുക്കുക എന്നത് നിയമപരമായി കോടതി ഏറ്റെടുത്തു കഴിഞ്ഞ കാര്യമാണ്. ഹൈക്കോടതി ഏറ്റെടുത്തു കഴിഞ്ഞൊരു കാര്യത്തെ രാഷ്ട്രീയമായി LDFനെതിരെ തിരിച്ചുവിടാൻ കഴിയുമോ? ഇതാണ് കോൺഗ്രസിന്റെയും BJPയുടെയും ലക്ഷ്യം. അതിനാണ് നിയമസഭയിൽ കോമാളിത്തരം കാണിക്കുന്നത്. ആ കോമാളികളോട് അത് അവസാനിപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തോട് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഇതാണ് യാഥാർത്ഥ്യം. ശ്രീ അനിൽകുമാർ, ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചേക്കുമെന്നുള്ള സൂചനകൾ ലഭിക്കുന്നൊരു ദിവസം കൂടിയാണ്. അതിലിപ്പോൾ നമ്മൾ ഈ മണിക്കൂറുകളാണ് അത് പ്രതീക്ഷിക്കുന്നത്, ആ ജാമ്യം ഉണ്ടാകുമോ എന്നുള്ളത്. ഇത്തരമുള്ള നാലാമത്തെ ആൾ കൂടിയാണ് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത്. CPMന് അത്തരം പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നതിൽ ആശങ്കയുണ്ടോ? അല്ല, CPMനെ സംബന്ധിച്ച് ഫലപ്രദമായ അന്വേഷണം ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ SIT നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന് പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട്. സംസ്ഥാന സർക്കാരും അതിനൊപ്പമാണ്. അതിൽ കോടതിയും SITയും എടുത്തിരിക്കുന്ന നിലപാടിനോടൊപ്പം നിൽക്കുമ്പോൾ ആ നിലപാടിനെ ശക്തിപ്പെടുത്തുന്നതിന് പകരം ശബരിമലയെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയങ്ങൾ നടത്താൻ എതിരാളിക്ക് അവസരം ഉണ്ടാകരുത്. അതുകൊണ്ട് ഇപ്പോൾ സമരം നടത്തുന്ന ആളുകൾ നിയമസഭയിലല്ല, ഹൈക്കോടതിയോടാണ് പറയേണ്ടത്. യഥാർത്ഥത്തിൽ ഹൈക്കോടതി വളരെ കൃത്യമായി ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ പ്രതിപക്ഷ നേതാവ് നടത്തിയ പരിശ്രമത്തെ തുറന്നു കാട്ടിച്ചു. ദ്വാരപാലക ശില്പങ്ങൾ വിദേശത്ത് ഒരു കോടീശ്വരന് വിറ്റു. ആരാ പറയുന്നത്? രമേശ് ചെന്നിത്തല. ആ വിറ്റ ആളുടെ പേര് കടകംപള്ളി സുരേന്ദ്രൻ അറിയാം. ആര്? VD സതീശൻ. ഇതെല്ലാം കളങ്കം വരുത്തുന്ന കള്ളങ്ങളായിരുന്നു, നുണകളായിരുന്നു. ഇതെല്ലാം കോടതി കണ്ടെത്തിയില്ലേ? അവസാനം കോടതി തന്നെ 2 അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ SITയിൽ പെടുത്തിയപ്പോ എന്താ പറഞ്ഞത്? അവര് CPMന്റെ ആളുകളാണ്, മുഖ്യമന്ത്രിയുടെ ആഫീസ് ഇടപെടുന്നു. മുഖ്യമന്ത്രിയുടെ ആഫീസ് ഇടപെടുന്നില്ല എന്ന് മാത്രമല്ല, അതേ ഉദ്യോഗസ്ഥന്മാരെ കോടതി അംഗീകരിച്ച് അന്വേഷണ സംഘത്തിന്റെ ഭാഗമാക്കിയില്ലേ? SITയെ ശരിവെച്ചുകൊണ്ടല്ലേ 4-5 ഉത്തരവുകൾ വന്നിരിക്കുന്നത്. ഇതിനിടയിലും ഒരു സിംഗിൾ ബെഞ്ച് അവിടെയുണ്ട്. ആ സിംഗിൾ ബെഞ്ച് ഈ SITക്കെതിരായും ഡിവിഷൻ ബെഞ്ചിനോട് നേരിട്ടല്ലെങ്കിൽ പോലും ഡിവിഷൻ ബെഞ്ചിനെതിരായും പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ന്യായാധിപന്മാർ തമ്മിൽ കുടിപ്പക ഉണ്ടാകാൻ പാടില്ല. ഞാൻ ആ വാക്ക് ആവർത്തിച്ച് പറയുകയാണ്. ന്യായാധിപന്മാർ തമ്മിൽ കുടിപ്പക ഉണ്ടാകാൻ പാടില്ല. സിംഗിൾ ജഡ്ജിയുടെ പരാമർശങ്ങൾ കൃത്യമായി പറഞ്ഞാൽ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിന്യായത്തിനും അവരുടെ കണ്ടെത്തലിനോടും പൊരുത്തപ്പെടുന്നില്ല. അതുകൊണ്ട് ഹൈക്കോടതി, അതിലെ ജഡ്ജിമാർ ഇക്കാര്യത്തിൽ നിയമപരമായ ഒരു ഏക നിലപാടിലേക്ക് എത്തണം. അതും കേരളം ആഗ്രഹിക്കുന്നു. അതൊരു കുടിപ്പക കൊണ്ട് മാത്രമാണെന്നാണോ CPM അക്കാര്യത്തിൽ കരുതുന്നത്? അല്ല, ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് വായിക്കാൻ ത്രാണിയില്ലാത്തവരല്ല ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുന്ന സിംഗിൾ ജഡ്ജിമാർ. പലതവണ ഇത് ആവർത്തിക്കുന്നു. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്ന് ഹൈക്കോടതി പറയുന്നു ആശങ്കയില്ല. സിംഗിൾ ജഡ്ജി എന്താ പറഞ്ഞത്? പൊതുജനങ്ങൾ തെറ്റിദ്ധരിക്കും. പൊതുജനങ്ങൾ ആരെ തെറ്റിദ്ധരിക്കും? ഡിവിഷൻ ബെഞ്ചിനെ തെറ്റിദ്ധരിക്കുമെന്നാണോ? SITയെ തെറ്റിദ്ധരിക്കുമെന്നാണോ? സിംഗിൾ ജഡ്ജി പറഞ്ഞത് പൊതുജനങ്ങൾ തെറ്റിദ്ധരിക്കും. ആരെ? SITയെ തെറ്റിദ്ധരിക്കുവോ ഡിവിഷൻ ബെഞ്ചിനെ തെറ്റിദ്ധരിക്കുവോ?
അതുകൊണ്ട് അവര് തമ്മിൽ തീർക്കേണ്ട വിഷയത്തിലേക്ക് നാട്ടുകാരെ വലിച്ചിഴക്കരുത്. കോടതികളും ഇക്കാര്യത്തിൽ പാലിക്കേണ്ട ഉചിതജ്ഞത പാലിക്കണം. ശരി, വളരെയധികം നന്ദി ശ്രീ കെ അനിൽകുമാർ ഈ ഘട്ടത്തിൽ നമ്മളോട് സംസാരിച്ചതിനെ.